സോൾവ്ഡ് പേപ്പർ. പരീക്ഷ നടന്ന തീയതി 29/11/2025. ചോദ്യപേപ്പർ കോഡ് സി. കോഡ് നമ്പർ 161/2025 M. ആയ ബാർ വാച്ച്മാൻ ബാർ പ്യൂൺ. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത്? ഉത്തരം 42ാം ഭേദഗതി. 42ാം ഭേദഗതിയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവമേത്? ഉത്തരം ചൗരി ചൗരാ സംഭവം. ചൗരി ചൗരാ സംഭവം കാരണമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെച്ചത്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം പാർലമെൻറ്റിന്. പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? ഉത്തരം 1925. 1925 വൈക്കം സത്യാഗ്രഹം നടന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യങ്കാളി. അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സമരഗാനമാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്നത്. 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഉത്തരം ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കാണ് 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്.